നമുക്ക് ഈ RCയിൽ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെയൊക്കെ ആവും അതിൻ്റെ റേറ്റ്, അതെല്ലാം നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഉറപ്പായിട്ടും വണ്ടിയുടെ സ്പെക്കൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വണ്ടി എങ്ങനെ ഉപയോഗിക്കാം, ആ വണ്ടി നമുക്ക് തരുന്ന പണികൾ, നമുക്കതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനെന്ത് കോസ്റ്റ് വരും, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. എൻ്റെ വീഡിയോസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, RC 200 ഇതെൻ്റെ വണ്ടിയാണ്. ഏകദേശം 7 മാസമാവും എടുത്തിട്ട്, ഏകദേശം 7 മാസമാവും. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് സർവീസ് ഡിലേ ആണ്. അപ്പം അറിയാമല്ലോ, ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ സർവീസിന് ഇപ്പോൾ ഡെയിലി ബുക്ക് ചെയ്തിട്ട് ഏകദേശം കുറച്ച് ദിവസം ആവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഡിലേ ആണ്. ഏകദേശം ഈ വീക്കോടെ ഞാൻ സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സർവീസ് ചെയ്തല്ലേ പറ്റൂ, അല്ല ഏകദേശം വാറൻറ്റിയൊക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് വണ്ടി എടുത്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും RC ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും നമ്മൾക്ക് ഇപ്പം BS6 ആണത്, അറിയാമല്ലോ, ഇലക്ട്രോണിക് ഓറഞ്ച്. ഇപ്പം ഇതിൽ വന്ന മാറ്റങ്ങളൊക്കെ അറിയാമല്ലോ. സൗണ്ട്, എക്സോസ്റ്റ് നോട്ട് ഭയങ്കര രീതിയിൽ മാറിപ്പോയി. എല്ലാവർക്കും അതൊരു വലിയ പോരായ്മ തന്നെയാണ്. ഫ്രണ്ട്സ് ഇപ്പം കുറച്ച് പേര് എക്സോസ്റ്റ് നോട്ട് മാറ്റിയിട്ടുണ്ട് വണ്ടിയുടെ. RC BS6ൻ്റെ മാറ്റിയിട്ട് നമ്മുടെ BS3, BS4 ആ സൗണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാനും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് വൈകാതെ എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ കൂടെ കാണുക. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഉറപ്പായിട്ടും ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വണ്ടി എടുത്തിട്ട് ചെറിയതായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കുക. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നൊരു കാര്യം അതാണ്. സംഭവം വണ്ടി എൻ്റെ കയ്യിൽ നിന്നൊന്ന് താഴെ വീണിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വീണതല്ല, ഞാൻ സ്റ്റാൻഡ് വെച്ചപ്പം ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി താഴെ ഒന്ന് വീണിട്ടുണ്ട്. അപ്പം സ്റ്റാൻഡ് വെച്ചപ്പോൾ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ വണ്ടി വന്ന് വീണിട്ട് നമ്മുടെ സൈഡ് ഷീൽഡും സെൻറ്റർ ഷീൽഡും ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഏകദേശം കോസ്റ്റ് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് അറിയത്തില്ല, ഷോറൂമുകാർക്ക് അറിയത്തില്ല. വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിക്കർ മാറ്റിയാൽ ആ ഒരു വൃത്തികേട് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്നാലും ഈ സ്ക്രാച്ച് ഇവിടെ വിസിബിൾ ആയിരിക്കും. പിന്നെ ഈ പെഡൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇത് വന്ന് വീണിപ്പോൾ ഇത് മാത്രമല്ല കംപ്ലൈൻറ്റ് വന്നത്, ഹാൻഡിൽ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. അറിയാമല്ലോ, ഹാൻഡിൽ ഏകദേശം ഈ സൈഡാണ് വീണിട്ടുള്ളത്. അപ്പം ഉറപ്പായിട്ട് ഈ സൈഡിലൂടെ ചെറിയൊരു ചരിവ് ഹാൻഡിലിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ ഷോറൂമിൽ അത് വിളിച്ച് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഏകദേശം 600 റുപ്പീസ് അടുപ്പിച്ച് അതിനുള്ള കോസ്റ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ഈ സർവീസോടെ കൂടി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും വണ്ടി. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക, വേറെ ആർക്കും വരാതിരിക്കട്ടെ. അത് ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ട് വണ്ടി വെച്ചിട്ട് പോകാവൂ. അപ്പം അത്രയൊക്കെ തന്നെ. ഞാൻ ആ ഹാൻഡിലിൻ്റെ ബെൻഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഏകദേശം എല്ലാവർക്കും, മിക്കവർക്കും ഉണ്ട് സംഭവം. എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഏകദേശം ഇതിനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവർക്കൊക്കെ. ഏകദേശം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ബെൻഡ്. കണ്ടോ, ഹാൻഡിലിൽ അത്യാവശ്യത്തോളം ഇത്രത്തോളം ബെൻഡ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടത് മാറ്റാൻ കഴിയും. ഇത് ഇങ്ങനെ ബെൻഡുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടത് മാറ്റുക, വെച്ചുകൊണ്ടിരിക്കാതെ മാറ്റുക. നമുക്ക് വണ്ടി ഓടിച്ചു ഇത്രയും നാൾ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വലിയ പോരായ്മകളൊന്നും എൻ്റെ ഈ വണ്ടിയിൽ നിന്ന് ഉറപ്പായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ബെഞ്ചാണ്. ഇത് നമുക്കെപ്പോഴും ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. നമ്മളെ കാരണം അതിനൊരു പണി വന്നല്ലോ എന്ന് പറഞ്ഞു നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയ ഒരു അപാകതയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. അങ്ങോട്ട് എല്ലാവരും വണ്ടി വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നല്ലപോലെ തറയൊന്ന് ശ്രദ്ധിച്ചിട്ട് വെച്ചിട്ട് പോവുക. എനിക്ക് വന്നത് ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും നല്ല വീഡിയോസ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നതും ബൈക്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സീക്രട്ടായിട്ട് ചെയ്യുന്ന കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലോട്ട് പോകാം.
ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും. എന്നെ ഈ വണ്ടി പിന്നെ എന്നെ ഈ വണ്ടി ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. എനിക്ക് വേണ്ടുന്നതിലധികം തന്നിട്ടുണ്ട്. എനിക്ക് 200 തന്നെ ധാരാളമായുണ്ട്. ഞാൻ 200 എടുത്തു. അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ഈ വണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഗൈസ്, ഞാനിന്ന് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ RCയിൽ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെയൊക്കെ ആവും അതിൻ്റെ റേറ്റ്, അതെല്ലാം നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ട് ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഏകദേശം ഇപ്പോൾ ഇതല്ലാതെ വേറൊരു കംപ്ലയിൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ഭാഗത്തുനിന്ന്. ഞാൻ അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നൊരു വണ്ടിയാണിത്. ഞാൻ പൊന്നുപോലെ നോക്കുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് പിന്നെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ വരുന്നുണ്ട്. അപ്പം അതിനെന്തൊക്കെ ചെയ്യണം, ഉറപ്പായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് സോൾവ് ചെയ്യുന്നതായിരിക്കും. എന്ത് തന്നെ ആയാലും നമ്മളിത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ഇതിനകത്ത് ഈ കോലം കണ്ടോ, ഇത് നമ്മൾ മാറ്റുന്നതായിരിക്കും. ഉറപ്പായിട്ട് ചാനലിലൂടെ നമ്മൾ ഇത് മാറ്റുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഇതിനകത്തുനിന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ കൂടെ കാണുക. നമുക്ക് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അടിച്ചു പൊളിക്കാം.